ഏറ്റവും പ്രിയപ്പെട്ട പ്രൊഫസർ ബി വി വർഗീസ് സാറ് ഞങ്ങളാക്കാൻ ഒത്തിരി പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഞങ്ങളുടെ ഫാമിലി മെമ്പറായ മുൻ വനിതാ കമ്മീഷൻ മെമ്പർ ലിസി ജോസ്, അതുപോലെ ബഷീർക്ക്, എൻ്റെ പഴയ സുഹൃത്ത് ഹാൻസി, അഡ്വക്കേറ്റ് രാജേഷ്, സൗമ്യ, ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണ്, മറ്റ് ഗോപാൽജി, മറ്റ് എല്ലാ സ്റ്റേജിൽ ഇരിക്കുന്ന വിശിഷ്ടാതിഥികളെ, PhD പോളിസി ഹോൾഡേഴ്സ്, കുടുംബസമേതമായി വന്നിരിക്കുന്ന പോളിസി ഹോൾഡേഴ്സ് അല്ലെങ്കിൽ PhD കുടുംബാംഗങ്ങളെ, ഓർമ്മകൾ ആണ് എനിക്ക് ഈ നിമിഷത്തിൽ പറയാനുള്ളത്. ഞാൻ ഗോപാൽജിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ കോതമംഗലത്ത് വരുന്ന 1984 ജൂൺ 1-ാം തീയതിയാണ് LIC ഓഫീസറായിട്ട് കോതമംഗലത്ത് വരുന്നത്. അതിനു മുമ്പ് കൊല്ലം ബാറിൽ അഡ്വക്കേറ്റായിട്ട് പ്രാക്ടീസ് ചെയ്യായിരുന്നു. ജൂൺ 1 വന്ന് ആദ്യകാലങ്ങളിൽ ട്രെയിനിങ് പീരീഡ് പ്രൊബേഷൻ, ആ സമയങ്ങളിൽ കണ്ടുമുട്ടിയ അല്ലെങ്കിൽ പ്രൊബേഷൻ പീരീഡിൽ കണ്ടുമുട്ടിയ വ്യക്തിയാണ് ഗോപാൽജി. ധാരാളം ആളുകൾ എൻ്റെ ജീവിതത്തിൽ വന്നുപോയി. അങ്ങനെയുള്ള ധാരാളം ആളുകളുടെ പ്രവർത്തനമാണ് ഇന്ന് ഞാൻ ഇരിക്കുന്നത്. ഇന്നും ഏകദേശം 40 വർഷത്തിലധികം ഇന്നും ഞങ്ങൾ നല്ല രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകുന്നു. മിനി, ഗോപാൽജിയുടെ മകൾ ഇവിടെ ഉണ്ട്. ഞാനിവിടെ വന്നപ്പോൾ മിനി പറയാണ്, രാജ് സാറിന്റെ ഓർമ്മയെന്ന് പറഞ്ഞാൽ കാലത്തെ എഴുന്നേറ്റ് വരുമ്പോൾ വീടിന്റെ വാതിലില് ഗോപാൽജിയും സാറും അവിടെ ഉണ്ടാവും. ശരിയാണ്, രാവിലെ തന്നെ ഞാൻ ഗോപാൽജിയുടെ വീട്ടിൽ ചെല്ലും. അന്ന് എനിക്ക് ആരെയും പരിചയമില്ല. അപ്പോ ആ പ്രൊബേഷൻ പീരീഡിൽ തുടങ്ങിയ ബന്ധമാണ് എൻ്റെ സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സമൃദ്ധിയിലും എല്ലാം എന്നോടൊപ്പം ഗോപാൽജിയും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ രണ്ടുപേരുടെയും വളർച്ച ഒരുപോലെ തന്നെയായിരുന്നു. അതാണ് ഒരു സന്തോഷം. ഇന്നും ആ സ്നേഹബന്ധം തുടർന്നു പോകുന്നു എന്നുള്ളത്. ഇറ്റ് ഈസ് ഇൻ ദ മൊമെന്റ് ഓഫ് ഡിസിഷൻ ദാറ്റ് യുവർ ഡെസ്റ്റിനി ഈസ് ഷേപ്ഡ്. തീരുമാനം എടുക്കുന്ന നിമിഷങ്ങളാണ് നമ്മുടെ ജീവിതം തന്നെ മാറി മറിയുന്നത്. ഇന്ന് ഗോപാൽജി ഒരു തീരുമാനം എടുത്താണ്. 40 വർഷം പൂർത്തീകരിക്കാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. 40 years എക്സ്പീരിയൻസ് ഇൻ LIC. നേരത്തെ പറഞ്ഞ പോലെ $1 million റൗണ്ട് ടേബിൾ, അതായത് ഇൻഷുറൻസ് മേഖലയിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനം അന്താരാഷ്ട്ര തലത്തിൽ. അമേരിക്കയിലാണ് അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. ലോകത്തുള്ള 200 രാജ്യങ്ങളിലുള്ള ഇൻഷുറൻസ് ഏജന്റുമാരുടെ സംഘടനയാണ് $1 million റൗണ്ട് ടേബിൾ എന്ന് പറയുന്ന സംഘടന. അതിന്റെ മെമ്പർ ആവുക എന്ന് പറഞ്ഞാൽ എല്ലാ ഏജന്റുമാർക്കും അത് മെമ്പർ ആകാൻ പറ്റില്ല. ഇത്ര ബിസിനസ് ഉള്ള 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ കമ്മീഷൻ വരുന്ന ഏജന്റുമാർക്ക് മാത്രമേ അതിനകത്ത് അംഗമാകാൻ പറ്റുള്ളൂ. അപ്പൊ ഗോപാൽജി കഴിഞ്ഞ 40 വർഷമായി ഏജൻസി എടുത്തിട്ട് ഏകദേശം 30 വർഷമായിട്ട് ചെയർമാൻസ് ക്ലബ് മെമ്പറാണ്. ഏകദേശം 15 വർഷത്തോളമായി അദ്ദേഹം MDRT മെമ്പർ. കഴിഞ്ഞ വർഷം മാത്രമേ ഉള്ളൂ അല്പം പുറകോട്ട് മാറിയത്. ഈ വർഷം ഏകദേശം MDRTയുടെ തൊട്ടടുത്ത് തന്നെ വന്ന് ഇരിക്കുന്നു. അപ്പോൾ ഇന്ന് എടുത്ത മൊമെന്റ് ഓഫ് ഡിസിഷൻ ദാറ്റ് യുവർ ഡെസ്റ്റിനി ഈസ് ഷേപ്ഡ്. നമ്മൾ തീരുമാനം എടുക്കുന്ന നിമിഷത്തിലാണ് നമ്മുടെ ജീവിതം തന്നെ മാറി മറിയുന്നത്. ഞങ്ങൾ 2 വ്യക്തികൾ കണ്ടുമുട്ടിയപ്പോൾ അദ്ദേഹം ഏജൻസി എടുക്കാൻ ഞാൻ ആവശ്യപ്പെട്ടു. അന്നേരം പല കാരണങ്ങളാൽ ഇങ്ങനെ ഡിലേ വരുത്തി. അത് കഴിഞ്ഞ് ഏജൻസി എടുത്തു. അത് കഴിഞ്ഞ് ഇന്ന് ഇവിടെ വരെ എത്തിയിരിക്കുന്നു. ഞാൻ പറഞ്ഞു, സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും എല്ലാം ഗോപാൽജി ഉണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിലെ വളരെ എല്ലാവർക്കും ജീവിതത്തിൽ സുഖവും ദുഃഖവും ഉണ്ടല്ലോ. എൻ്റെ ജീവിതത്തിൽ വലിയൊരു ദുഃഖം ഉണ്ടായ സമയത്ത് ഞാൻ ഉടനെ ഗോപാൽജി അടുത്ത് വിളിച്ചു പറഞ്ഞു, ഗോപാൽജി എന്ത് ചെയ്യണം? ഉടൻ തന്നെ അദ്ദേഹം ഓടി വരികയും പിന്നെ അതിന് വേണ്ടുന്ന എല്ലാവിധ സപ്പോർട്ട്, ഞാൻ പോയ യാത്രയിലും എല്ലാം തന്നെ അദ്ദേഹം എനിക്ക് വേണ്ടുന്ന സപ്പോർട്ടുകൾ ഈ നിമിഷം വരെയും അദ്ദേഹം തന്നിട്ടുണ്ട്. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് വിളിച്ചു പറയും. അദ്ദേഹം, അതാണ് ഗോപാൽജിയും ഞാനും തമ്മിലുള്ള ബന്ധം. ഇത് തന്നെയാണ് ഇന്ന് ഇത്രയും ഫാമിലി മെമ്പേഴ്സ് ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ ഗോപാൽജിയുടെ ഫാമിലി മെമ്പേഴ്സ് ആരും തന്നെ വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഗോപാൽജി ഒരു LIC ഏജന്റ് അല്ല, അതിന് പകരം ഒരു കുടുംബ അംഗമാണ്. അതുകൊണ്ടാണ് ഇത്രയും പേര് വന്നത്. ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇതിലെ മിക്ക ആളുകൾ എന്റെ പരിചയക്കാരും കൂടെയാണ്. ഗോപാൽജിയുടെ കൂടെ പല തവണകളിൽ വീടുകളിൽ വന്നിട്ടുള്ളതാണ്. അപ്പം കൂടുതൽ ഉയരങ്ങൾ കീഴടക്കട്ടെ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വേദനയുള്ള കാലഘട്ടങ്ങളിലും ഒപ്പം ഞാനും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ സുഖത്തിലും സന്താപത്തിലും വേദനയിലും എല്ലാം ഒരുമിച്ച് ഈ നിമിഷം വരെ വന്നിട്ടുണ്ട്.
അപ്പൊ തുടർന്നുള്ള ജീവിതം ഏറ്റവും ഭംഗിയായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്.